ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കർഷകർ ഫോണിലൂടെ ഉന്നയിച്ച സംശയങ്ങൾക്ക് കാന്തല്ലൂർ കൃഷി ഓഫീസർ ഡോക്ടർ ഗൗതം സുരേഷ് നൽകിയ മറുപടി കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഗൗതം സുരേഷ്, കാന്തല്ലൂർ കൃഷി ഓഫീസറാണ്. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ആധുനിക പച്ചക്കറി കൃഷി, സംശയങ്ങളും സാധ്യതകളും. പരമ്പരാഗതമായ കൃഷി മാതൃകകൾ മറികടന്ന് സാങ്കേതിക വിദ്യ, നൂതന കൃഷിരീതികൾ, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയ കൃഷിരീതിയെയാണ് ആധുനിക കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, വിഭവങ്ങളുടെ കുറവ്, കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷാമം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾക്ക് മുന്നിൽ കൃഷി ലാഭകരമാക്കുവാനുള്ള ഒരു പോംവഴി കൂടിയാണ് ആധുനിക കൃഷി. അതിൽ കൃത്യതാ കൃഷിയാണ് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത്. വേണ്ടത് വേണ്ടത്ര, വേണ്ടിടത്ത്, വേണ്ട സമയത്ത് നൽകിക്കൊണ്ടുള്ള ഒരു കൃഷിരീതിയാണിത്. സൂക്ഷ്മ ജലസേചനം, വളസേചനം, പ്ലാസ്റ്റിക് പുതയിടൽ, വിള ക്രമീകരണം, സംയോജിത കീട രോഗനിയന്ത്രണം ഒക്കെയാണ് കൃത്യതാ കൃഷിയുടെ ഘടകങ്ങൾ. ഇതുകൂടാതെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് തുടങ്ങിയ കൃഷിരീതികൾ കേരളത്തിൽ ചിലയിടത്ത് നടപ്പിലാക്കി വരുന്നു. ഇതും ആധുനിക പച്ചക്കറി കൃഷിയുടെ ഭാഗമാണ്. ഹലോ, നമസ്കാരം. ഞാൻ ദൈവത്തൊരു അഡ്വക്കേറ്റ് ആണ്. പേര് പറയാമോ? സാബു പാർട്ടി. സാബു മാത്യു. എവിടെ? ദേവികുളത്തിൽ നിന്നാണല്ലേ വിളിക്കുന്നത്? ദേവികുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് 10-20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. സാർ പറഞ്ഞോളൂ സാർ, ചോദിച്ചോളൂ. ചെറിയ കൃഷി എനിക്കുണ്ടേ. അപ്പൊ ഇതിനകത്ത് മൊത്തമായിട്ട് ചെയ്യുന്നത് ഈ നമ്മൾ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ ഈ പയറാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ശരി, പയറ്. ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. അപ്പൊ അതിനകത്ത് ഈ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒപ്പം തന്നെ അത് പൂപ്പല് പോലെ ഈ ചെടികളിൽ ഇലയ്ക്ക് അടിയിലൊക്കെ വെളുത്ത പൂപ്പല് വരുന്നുണ്ട്. അതിന് എന്ത് മരുന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഇടയ്ക്ക് വെയിൽ വരുന്നു, ഇടയ്ക്ക് മഴ വരുന്നു, അങ്ങനെ ഒരു കാലാവസ്ഥയാണല്ലോ. കുറച്ച് മഞ്ഞുണ്ട്. ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗമാണ് ഈ മൃദുരോമപ്പൂപ്പ്, അല്ലെങ്കിൽ പൗഡറി മൈൽഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒന്നാമത് തന്നെ ഈ രോഗം കണ്ട ഇലകൾ വെട്ടി നശിപ്പിച്ചൊന്ന് കത്തിച്ച് കളയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് അവിടെ തന്നെ നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ മറ്റ് ചെടികളിലേക്ക് അത് പടരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതിനെതിരായിട്ട് നമുക്ക് അസോക്സിസ്ട്രോബിൻ എന്ന് പറയുന്നൊരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അസോക്സിസ്ട്രോബിൻ ഇത് ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു രാസ കുമിൾനാശിനിയിലേക്ക് പോയത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. ഈ സ്യൂഡോമോണസ് എന്നുള്ള ഈ ഒരു മിത്ര ബാക്ടീരിയയാണ്. അത് വാങ്ങി ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ രോഗങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്പ്രേ ചെയ്താൽ ഈ രോഗം വരാനുള്ള സാധ്യത കുറയും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പുകയില കഷായം അങ്ങനെയുള്ള മരുന്ന്, പുകയില അത് വെള്ളം മാറ്റം. സാർ, എനിക്കിത് ഇപ്പം സാറ് പറഞ്ഞ പുകയില കഷായം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജൈവ കൃഷിയിൽ പോലും നിരോധിച്ച ഒരു മരുന്നാണ്. കാരണം പുകയില നമുക്കറിയാം, ഈ സിഗരറ്റ് അതിലൊക്കെ ഉള്ളത് ഈ പുകയിലയാണല്ലോ. അതിൻ്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. അപ്പം നമ്മൾ ഈ പുകയില കഷായം ഉണ്ടാക്കാൻ വേണ്ടി പുകയില വെള്ളത്തിൽ മുക്കി അതിൻ്റെ തെളിയെടുത്താണ് നമ്മൾ തളിക്കുന്നത്. അപ്പോൾ അതേ നിക്കോട്ടിൻ നമ്മുടെ ചെടികളിൽ പറ്റിപ്പിടിക്കുകയും ആ നിക്കോട്ടിൻ വീണ്ടും നമ്മുടെ ഉള്ളിലേക്കും പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജൈവ കൃഷിയിൽ ഇപ്പോൾ പുകയില കഷായം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കീടങ്ങൾക്കെതിരെയാണ് പുകയില കഷായം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ ഫംഗൽ രോഗങ്ങൾക്കെതിരെ അത് ഉപയോഗിച്ച് വരുന്നില്ലായിരുന്നു.
അപ്പൊ അത് ഒഴിവാക്കുന്ന നല്ലത് ശരിക്കും. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. താങ്ക്സ് സാർ. ഓക്കെ, നന്ദി. ഹലോ, നമസ്കാരം. നമസ്കാരം, എൻ്റെ ഒരു ധനേഷ് എന്നായിരുന്നേ. എവിടെന്നാ വിളിക്കുന്നത്? കൊന്നത്തടിന്ന് വിളിക്കണം, കൊന്നത്തടി. ശരി, കേൾക്കാം. ചോദ്യം ചോദിച്ചോളൂ. ഞാൻ വിളിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇപ്പൊ നമ്മുടെ മുളക് തൈ നട്ട് കഴിഞ്ഞിട്ട് അത് കായ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതിന്റെ ഇലയെല്ലാം ചുരുണ്ട് വന്നിട്ട് അത് ഇങ്ങനെ കേടായി പോകുന്നത് സാർ. അതിന് എന്നെ പ്രതിവിധിയുള്ളത്? നമ്മുടെ മുളകിലെ രോഗമാണല്ലേ ഉദ്ദേശിച്ചത്? മുളകില് ഇപ്പൊ ചുരുണ്ട് പോകുന്നെന്ന് പറഞ്ഞല്ലോ. ഈ ഇലകളുടെ ചുരുട്ടല് താഴേക്കാണോ അതോ മുകളിലേക്കാണോ ഇല ചുരുണ്ട് വരുന്നത്? മുകളിലോട്ടാണെങ്കിൽ അത് വൈറൽ രോഗമാകാനാണ് സാധ്യത. താഴേക്കാണെങ്കിൽ അത് കൂടുതലും ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാരണമായിരിക്കാം. നമ്മുടെ മുഞ്ഞയോ അല്ലെങ്കിൽ ഇലപ്പേനാണ് പ്രധാനമായിട്ടും മുളകിൽ അങ്ങനെ ഇല ചുരുട്ടുന്നത്. ഇപ്പൊ മുകളിലേക്ക് ചെറിയ ബ്ലാക്ക് പോലത്തെ ഒരു ഷെയ്ഡ് കാണുന്നുണ്ട്. ഇപ്പൊ ഇല വല്ലാതെ അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടോ? ഷേപ്പ് മാറിയിട്ടുണ്ട്. അപ്പൊ മുരടിച്ച അവസ്ഥയാണ്. അപ്പൊ മുകളിലേക്കാണ് അത്. തുടക്കത്തില് താഴെ നല്ല ആരോഗ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ മുകളിലോട്ട് ഒന്ന് പൂവിടുന്ന സമയമാണ് അന്നേരത്തേക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, അതില് ഇലയുടെ അടിഭാഗത്തായിട്ട് എന്തെങ്കിലും ജീവികളുണ്ടോന്നൊന്ന് നോക്കുക. എന്നാൽ അത് ഇലപ്പേനാവാനാണ് സാധ്യത. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കാവുന്നതാണ്. വേപ്പെണ്ണ എമൽഷൻ, അതായത് 20 മില്ലി വേപ്പെണ്ണ, 20 ഗ്രാം വെളുത്തുള്ളി, 5 ഗ്രാം ബാർ സോപ്പ്, ഇത് കലക്കി ഒരു മിശ്രിതം ഉണ്ടാക്കി തളിക്കാവുന്നതാണ് ഇലപ്പേനിനെതിരെ ജൈവ രീതിയിൽ. അപ്പോൾ ഇനി മുകളിലേക്കാണ് ചുരുങ്ങിയതെങ്കിൽ അത് വൈറൽ രോഗമാകാനാണ് സാധ്യത. ഇപ്പോൾ നമ്മുടെ പഠനങ്ങൾ അനുസരിച്ച് വൈറൽ രോഗത്തിന് വേറെ മരുന്നുകളില്ല. അപ്പോൾ എത്രയും ബാക്കിയുള്ള ചെടികളിലേക്ക് പടരാതെ ആ ചെടി പിഴുത് മാറ്റി കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അത് വൈറൽ രോഗമാണ് കാരണമാണ് ഈ ചുരുട്ടൽ ഉണ്ടെങ്കിൽ. താങ്ക് യു. ശരി. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, ഇത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് പറയാമോ? അനു രാജേഷ്. ചോദിച്ചോളൂ ചോദ്യം. അപ്പൊ നമ്മൾ കെയില് കൃഷിയൊക്കെ ചെയ്യാൻ തുടക്കം ആയതുള്ളൂ. അപ്പം അതിന്റെ ചാഴിയൊക്കെ അങ്ങോട്ട് വരുക. കെയില് വേറെ കാബേജ്, കോളിഫ്ലവർ ഒക്കെ ഉണ്ടോ? കാബേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെതിരായിട്ട് ആദ്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജൈവ രീതിയിലാണോ അതോ രാസരീതിയിലാണോ ചെയ്യുന്നത്? ജൈവ രീതിയിൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വളങ്ങളൊക്കെയാണ് ഇടുന്നത്. ഈ നിമാഡിൻ ഒക്കെ ഉള്ള നിംബിസിഡിൻ. അപ്പോൾ എന്തൊക്കെയാണ് അതിന് ചേർത്ത് കൊടുത്തത്? ഇപ്പോൾ എന്തെങ്കിലും കീടനാശിനി ഉപയോഗിച്ചായിരുന്നോ? ജൈവ കീടനാശിനി എന്തെങ്കിലും ഉപയോഗിച്ചായിരുന്നോ? അല്ല, പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചത്. അങ്ങനെ ഞാൻ ടെറസേലാ ചെയ്യുന്നത്. അപ്പം എല്ലാം തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ എനിക്ക് 3-4 കിട്ടിയപ്പം അത് വലിയ മരമായി വരുന്നതാണ്, ചട്ടിയിലെല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാ അത് ഇപ്പൊ പ്രശ്നം കാണുന്നത്? അതില് കീടാക്രമണമാണല്ലേ? ചാഴി പോലെ ഇങ്ങനെ പൊടിയായിട്ടിരിക്കുന്ന സംഭവം. വെള്ളീച്ചയാണോ? പറക്കുന്നുണ്ടോ അത് തട്ടുമ്പോ? പറക്കുന്നൊന്നുമില്ല, അതിങ്ങനെ ഒരു പൊടി പോലെ ഒരു മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നത്. അതെ, മീൻസ് ചാരം നമ്മൾ തൂകി പോലെ ഇരിക്കുന്ന സംഭവമാണ് ഈ വരുന്നത്. അത് മുഞ്ഞയാവാനാണ് സാധ്യത. മുഞ്ഞയ്ക്കാണെങ്കിൽ നമ്മളത് വളരെ നേരത്തെ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ജൈവ കൃഷിയിൽ നമ്മൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു പ്രതിരോധ മാർഗം എടുക്കണം. അതായത് ഒന്നാമതായിട്ട് നമുക്ക് ഇതിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം. അത് വേപ്പെണ്ണ എമൽഷൻ എന്നാണ് പറയുന്നത്. അതിനായിട്ട് നമുക്ക് 20 മില്ലി വേപ്പെണ്ണ, 20 ഗ്രാം വെളുത്തുള്ളി, 5 ഗ്രാം ബാർ സോപ്പ്, ഇത് ഇത്രയും ചേർത്തിട്ട് അത് തളിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു ദിവസം തന്നെ ഉപയോഗിച്ച് മുഴുവനായി ഉപയോഗിക്കണം. അത് നമ്മളെടുത്ത് വെക്കരുത്. അടുത്ത ദിവസം ഉപയോഗിക്കാൻ പിന്നെ പുതുതായിട്ട് ഒന്നേന്ന് ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ജൈവ കുമിൾനാശിനി കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഒരു ലെക്കാനിസീലിയം ലെക്കാനി എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനിയുണ്ട്. ലെക്കാനിസീലിയം ലെക്കാനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക. ആ ജീവികളുടെ പുറത്തൊക്കെ പറ്റത്തക്ക രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ചെയ്യുന്നത് വഴി ഈ പ്രശ്നങ്ങൾ ഏറെക്കുറെയൊക്കെ പരിഹരിക്കാൻ കഴിയും. സാറേ, സംശയം ചോദിച്ചാൽ നമ്മൾ ഈ കെയില് വിത്താണോ, എനിക്ക് അറിയത്തില്ല, വിത്താണോ ഉണ്ടായാണ് അത് തയ്യാക്കുന്നത്? അതെ. ഈ കെയില് ഇത് ഒടിച്ച് നമ്മൾ ഈ
കരിയപ്പൊക്കെ പോലെ ഒടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാവുമോ? അതുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ബ്രസൽസ് സ്പ്രൗട്ട്, അതിൻ്റെ ഫാമിലിയിൽ പെട്ട ഒന്നാണ് ഈ കെയിലും. അപ്പോൾ അത് നമ്മുടെ കടുകിൻ്റെ വിത്ത് പോലെയാണ് ഇതിൻ്റെ വിത്തിരിക്കുന്നത്. അതെ അതെ അതെ. അത് കുറച്ച് നാൾ ഈ കെയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുള പൊട്ടി ഈ വിത്ത് പുറത്ത് വരും. പക്ഷെ അത് നമ്മുടെ കാലാവസ്ഥയിൽ വരില്ല. വളരെ കുറഞ്ഞ താപനില ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ അതിൻ്റെ വിത്തുൽപാദനം സാധ്യമാകൂ. കെയിൽ എന്ന് പറയുന്നത് ഹാർഡിസ്റ്റ് ക്രോപ്പ് എന്നാണ് പറയുന്നത്. എത്ര തണുപ്പുണ്ടായിരുന്നാലും അതിൽ വളരാൻ കഴിയുന്ന ഒരു ചെടിയാണ് ഈ കെയിൽ എന്ന് പറയുന്നത്. ശരി, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ല, എന്നാ ശരി. ഓ, താങ്ക് യു. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഹലോ, നമസ്കാരം. ഹലോ സാർ, നമസ്കാരം. എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ ഇടുക്കിന്നായിരുന്നേ. പേര് പറയാമോ? സീന. ചോദിച്ചോളൂ ചോദ്യം. നമ്മൾ പച്ചക്കറി തൈ നടുമ്പോൾ ചകിരിച്ചോറ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവോ, തൈ ആയിട്ട് പരിപാലിച്ചെടുക്കാനായിട്ട്? അതിന്റെ കാര്യം പറയുമ്പോൾ ഈ ചകിരിച്ചോറ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ തൊണ്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു മിശ്രിതമാണ് ഈ ചകിരിച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അത് മണ്ണിൽ നിന്ന് ഏൽക്കുന്ന രോഗബാധകൾ തടയാൻ ഉപകരിക്കുന്ന ഒന്നാണ്. അതായത് ഈ ചകിരിച്ചോറിൻ്റെ pH എന്ന് പറയുന്നത് ഒരു 6നും 7നും ഇടയ്ക്കായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്ലത കൂടിയതോ അല്ലെങ്കിൽ ക്ഷാരാവസ്ഥ കൂടിയതോ ആയ ചകിരിച്ചോറാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നന്നായി വളരാൻ കഴിയില്ല. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ അതൊരു pH മീറ്റർ ഉണ്ടെങ്കിൽ, ഒരു നഴ്സറിയൊക്കെ നിങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിലൊരു pH മീറ്റർ ഉണ്ടാവണം. അതിൽ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ pH വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 4 4.5 ഒക്കെ ആണെങ്കിൽ 1 കിലോ ചകിരിച്ചോറിന് 7 ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് എന്ന വളം അതിലേക്ക് ചേർക്കണം. അതുപയോഗിച്ച് കഴുകി, കാൽഷ്യം നൈട്രേറ്റ് അതുപയോഗിച്ച് ഒരു രാത്രി മുക്കി വെച്ച് അടുത്ത ദിവസം കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ നഴ്സറി നടത്തുകയാണെങ്കിൽ കോക്കോപിറ്റ് മാത്രം ഉപയോഗിക്കാതെ അതിനോടൊപ്പം വെർമിക്കുലൈറ്റും അതുപോലെ പെർലൈറ്റ് പോലുള്ള മറ്റു വസ്തുക്കൾ കൂടെ, മാധ്യമങ്ങൾ കൂടെ ഇതിനോടൊപ്പം ചേർക്കുക. അതായത് 3 ഭാഗം ഈ ചകിരിച്ചോറും 1 ഭാഗം വെർമിക്കുലൈറ്റും 1 ഭാഗം പെർലൈറ്റും ചേർക്കുക. ഈ വെർമിക്കുലൈറ്റും പെർലൈറ്റും ഈ മാധ്യമത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, വെള്ളം വളരെ പെട്ടെന്ന് വാർന്നു പോകുന്നതിനും വേരിൻ്റെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒന്നാണ്. അതെ. അതുപോലെ നഴ്സറികളിൽ നമ്മൾ പല രോഗങ്ങൾ ഇതിൽ നിന്ന് വരാനും ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അത് ഈ കോക്കോപീറ്റ് അതിലൊന്ന് കഴുകിയെടുക്കാം ചകിരിച്ചോറ്. അത് ഒരു 6 മണിക്കൂറെങ്കിലും ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ വിത്തിടാൻ. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഓക്കെ, നന്ദി. ഹലോ, നമസ്കാരം. നമസ്കാരം. പേര് പറയാമോ? പേര് മനേഷ് കുടിക്കയത്ത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കീരിത്തോട്. ചോദ്യം ചോദിച്ചോളൂ. ഈ ആധുനിക കൃഷി രീതിയിൽ ഇപ്പോൾ ഈ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനി പുതിയ കൃഷി രീതി, ഇപ്പോൾ പുതിയ കൃഷിഭവന് പേരിലുള്ള പുതിയ ഐഡിയകൾ അങ്ങയുടെ ഭാഗത്തുനിന്നുള്ളത് എന്ന് ഞങ്ങളോട് പറയാൻ കഴിയുമോ? കൃഷിഭവനിലെ ഈ പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകളെ പറ്റിയാണല്ലേ ചോദിച്ചത്? അതെ. അതായത് നമ്മുടെ കൃഷി വകുപ്പ് പച്ചക്കറി കൃഷിക്കായിട്ട് നടപ്പിലാക്കി വരുന്ന സ്കീമുകളെ പറ്റി ഞാൻ ചുരുക്കി പറയാം.
അതായത് നടീൽ വസ്തുക്കളാണെങ്കിൽ നമുക്ക് 1,00,000 ഹൈബ്രിഡ് വിത്ത് പാക്കറ്റ് കൊടുക്കുന്നുണ്ട്. 100 രൂപ വിലയുള്ള പാക്കറ്റാണ്, അത് സൗജന്യമായാണ് നൽകുന്നത്. അതുപോലെ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ, അതായത് 3 രൂപ സബ്സിഡി നിരക്കിലാണ്, അതും ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതുപോലെ വിത്ത് പാക്കറ്റുകൾ 10 രൂപയുടെ വിത്ത് പാക്കറ്റുകൾ കൃഷിഭവൻ വഴി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യതാ കൃഷിക്കായിട്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അതുവഴി 1,00,000 രൂപ 1 ഹെക്ടറിന് എന്ന രീതിയിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. 50 സെൻറ്റിൽ താഴെയാണെങ്കിൽ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിക്കാനായിട്ട് 20,000 രൂപ ലഭിക്കുന്നതാണ്. ഇനി വീട്ടുവളപ്പിലെ കൃഷി, സാർ ചോദിച്ച പോലെ ഇപ്പോൾ ടെറസിലെ കൃഷിയാണെങ്കിൽ ന്യൂട്രീഷൻ ഗാർഡൻ അതിനൊരു കിറ്റായിട്ട് നമുക്ക് കിട്ടും. അതിൽ തൈകൾ കാണും, കുമ്മായം, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികളൊക്കെ കാണുന്ന ഒരു കിറ്റാണ്. അത് 800 രൂപയുടെ കിറ്റാണ്. അത് നിങ്ങൾ 300 രൂപ അടച്ചാൽ മതിയാവും, ബാക്കി സബ്സിഡിയാണ്. അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ, തൈകളും അത് നടേണ്ട നടീൽ മിശ്രിതവും ഉൾപ്പെടെ കണ്ടെയ്നർ കൾട്ടിവേഷൻ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അത് 75% സബ്സിഡി നിരക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് 5,000 രൂപയുടെ സ്ഥാനത്ത് നമ്മൾ 1,250 രൂപ അടച്ചാൽ മതിയാകും. അതിൽ നമ്മൾ ഏകദേശം 25 ചട്ടികൾ ലഭിക്കും. കേരളമാകമാനം ഉള്ളതാണ്. ഓരോ കൃഷിഭവനുകളിലും അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാമെന്നുള്ളതാണ്. അതുപോലെ ഹൈഡ്രോപോണിക്സ് കൃഷിക്ക് 1 സ്ക്വയർ മീറ്ററിന് 175 രൂപ ലഭിക്കുന്നതാണ്. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഇനി നമ്മുടെ പച്ചക്കറി കൃഷികളിൽ വാഴ അങ്ങനെയുള്ള ഇഞ്ചി അങ്ങനെയുള്ള വരില്ലേ? ഇല്ല, വാഴ വേറെയാണ്. ഇനി വാണിജ്യ അടിസ്ഥാനത്തിലുള്ള തരിശുഭൂമിയിലെ കൃഷിക്കാണെങ്കിൽ 40,000 രൂപ 1 ഹെക്ടറിന് ലഭിക്കുന്നതാണ്. 37,000 രൂപ ഈ കൃഷി ചെയ്യുന്ന ആൾക്കും 3,000 രൂപ ആ ഭൂ ഉടമയ്ക്കും ലഭിക്കുന്നതാണ്. അതുപോലെ ഇനി കൃഷി വകുപ്പിൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോജക്ട്സ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കോളേജുകൾക്കും സ്കൂളുകൾക്കുമൊക്കെ 2,00,000 രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണിത്. മിനിമം 30 സെൻറ്റ് വേണമെന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ 1 ഏക്കറിന് 1,00,000 രൂപ വരെ ലഭിക്കുന്നതാണ്. അതെ. അംഗൻവാടികളാണെങ്കിൽ 10 സെൻറ്റ് മിനിമം മതിയാകും. സ്കൂൾ കോളേജുകൾക്കൊക്കെ 30 സെൻറ്റ് മിനിമം വേണം എന്നുള്ളതാണ്. അപ്പം ഈ കൃഷി കാര്യങ്ങളിൽ മറ്റ് മേഖലകളെ ഇപ്പൊ ഈ അംഗൻവാടി പോലെയുള്ള ഇപ്പൊ ഈ സ്വാശ്രയ സംഘങ്ങൾ വഴിയൊക്കെ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഒരു കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ ആളുകളെല്ലാം ഈ കൃഷിയിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോജക്റ്റ് എന്നുള്ള ഈ പദ്ധതി കൊണ്ടുവന്നത്. കൂട്ടായ്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി ഗുണകരമായി പോകും തോന്നുന്നു. അത്തരം കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആനുകൂല്യങ്ങളോ അതുമായി വലിയ സാധ്യതകളോ ഉണ്ടോ? അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ 1,00,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് ഏകദേശം 1 ഏക്കറിന് കിട്ടുന്നത് ഏകദേശം നമുക്കൊരു 1 ഏക്കറിന് മൊത്തം ചിലവ് വരുന്ന ഒരു 1,20,000 രൂപയൊക്കെ എന്ന് വെക്കാം നമുക്ക്. അപ്പോൾ അതിൽ ഈ 1,00,000 രൂപ തന്നെ നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുമ്പോൾ അതൊരു വലിയ ആനുകൂല്യമാണല്ലോ. അതെ. അത് ശാസ്ത്ര സംഘങ്ങൾ പോലെ പറഞ്ഞാൽ വ്യക്തിഗതം അല്ലാതെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ അത് നമ്മുടെ കൃഷിഭവനുകൾ വഴി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കൃഷിക്കൂട്ടങ്ങൾക്ക് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷി സമൃദ്ധി പദ്ധതി അങ്ങനെ ഒന്നാണ്. ഈ കൃഷിക്കൂട്ടങ്ങൾ വഴിയാണ് ഈ കൃഷി സമൃദ്ധി പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതെ, അതുവഴി ഈ സംഘങ്ങൾക്കെല്ലാം പലതരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. ഉണ്ട്. താങ്ക് യു സാർ. ശരി, നല്ല മറുപടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാൻ ദേവളത്തൊരു അഡ്വക്കേറ്റ് ആണ്. പേര് പറയാമോ? പേര് സാബു മാത്യു. എവിടെ? ദേവികുളത്തിൽ നിന്നാണല്ലേ വിളിക്കുന്നത്? ദേവികുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് 10-20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. സാർ പറഞ്ഞോളൂ സാർ. ഇതേ കൃഷി എനിക്കുണ്ടേ. അപ്പൊ ഇതിനകത്ത് മൊത്തമായിട്ട് ചെയ്യുന്നത് ഈ നമ്മൾ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ ഈ പയറാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ശരി, പയറ്. ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. അപ്പൊ അതിനകത്ത് ഈ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത് പൂപ്പല് പോലെ ഈ ചെടികളിൽ ഇലയ്ക്ക് അടിയിലൊക്കെ വെളുത്ത പൂപ്പല് വരുന്നുണ്ട്. അതിന് എന്ത് മരുന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഇടയ്ക്ക് വെയിൽ വരുന്നു, ഇടയ്ക്ക് മഴ വരുന്നു, അങ്ങനെ ഒരു കാലാവസ്ഥയാണല്ലോ. കുറച്ച് മഞ്ഞുണ്ട്.
ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗമാണ് ഈ മൃദുരോമപ്പൂപ്പ് അല്ലെങ്കിൽ പൗഡറി മൈൽഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒന്നാമത് തന്നെ ഈ രോഗം കണ്ട ഇലകൾ വെട്ടി നശിപ്പിച്ചൊന്ന് കത്തിച്ച് കളയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് അവിടെ തന്നെ നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ മറ്റ് ചെടികളിലേക്ക് അത് പടരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതിനെതിരായിട്ട് നമുക്ക് അസോക്സിസ്ട്രോബിൻ എന്ന് പറയുന്നൊരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അസോക്സിസ്ട്രോബിൻ ഇത് ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു രാസ കുമിൾനാശിനിയിലേക്ക് പോയത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. ഈ സ്യൂഡോമോണസ് എന്നുള്ള ഈ ഒരു മിത്ര ബാക്ടീരിയയാണ്. അത് വാങ്ങി ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ രോഗങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്പ്രേ ചെയ്താൽ ഈ രോഗം വരാനുള്ള സാധ്യത കുറയും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഈ പുകയില കഷായം അങ്ങനെയുള്ള മരുന്ന്, പുകയില അത് വെള്ളം മാറ്റം സാർ, എനിക്കിത് ഇപ്പോൾ സാറ് പറഞ്ഞ പുകയില കഷായം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജൈവ കൃഷിയിൽ പോലും നിരോധിച്ച ഒരു മരുന്നാണ്. കാരണം പുകയില നമുക്കറിയാം, ഈ സിഗരറ്റ് അതിലൊക്കെ ഉള്ളത് ഈ പുകയിലയാണല്ലോ. അതിൻ്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. അപ്പം നമ്മൾ ഈ പുകയില കഷായം ഉണ്ടാക്കാൻ വേണ്ടി പുകയില വെള്ളത്തിൽ മുക്കി അതിൻ്റെ തെളിയെടുത്താണ് നമ്മൾ തളിക്കുന്നത്. അപ്പോൾ അതേ നിക്കോട്ടിൻ നമ്മുടെ ചെടികളിൽ പറ്റിപ്പിടിക്കുകയും ആ നിക്കോട്ടിൻ വീണ്ടും നമ്മുടെ ഉള്ളിലേക്കും പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജൈവ കൃഷിയിൽ ഇപ്പോൾ പുകയില കഷായം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കീടങ്ങൾക്കെതിരെയാണ് പുകയില കഷായം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ ഫംഗൽ രോഗങ്ങൾക്കെതിരെ അത് ഉപയോഗിച്ച് വരുന്നില്ലായിരുന്നു. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, നന്ദി. കർഷകർ ഫോണിലൂടെ ഉന്നയിച്ച സംശയങ്ങൾക്ക് കാന്തല്ലൂർ കൃഷി ഓഫീസർ ഡോക്ടർ ഗൗതം സുരേഷ് മറുപടി നൽകുകയായിരുന്നു കിസാൻ വാണിയിൽ ഇതുവരെ. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ കേൾക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിயின் കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ഗ്രാമ്പുവിൻ്റെ ഔഷധ ഗുണങ്ങൾ. ഔഷധ പെരുമയേറിയ സുഗന്ധവിളകളിലൊന്നാണ് ഗ്രാമ്പു. സുഖകരമായ നറുമണമാണ് ഗ്രാമ്പുവിൻ്റേത്. ഗ്രാമ്പുവിനെ സുഗന്ധപൂരിതമാക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന ഘടകമാണ്. ഗ്രാമ്പു മൊട്ടുകൾ ഉണക്കിയെടുത്താണ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഗ്രാമ്പു മൊട്ടിനു പുറമെ ഇല, കായ്, തൊലി, വേര് എന്നിവയും ഔഷധയോഗ്യമാണ്. ദേവപുഷ്പ, വരാള, ലവംഗ, ഭൃംഗം, ശ്രീപ്രസൂനകം എന്നീ പേരുകളിലാണ് ആയുർവേദത്തിൽ ഗ്രാമ്പുവിനെ അറിയുക. ഏറെ പോഷകപ്രദവും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയുമാണ് ഗ്രാമ്പു. അന്നജം, നാരുകൾ, മാംഗനീസ്, ജീവകം കെ, ജീവകം സി ഇവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ജീവകം സി ബലവും പ്രതിരോധ ശക്തിയും നൽകും. നാരുകളാകട്ടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഒപ്പം കുടൽ സ്ഥലത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മാംഗനീസ്. പല്ലുവേദനയ്ക്കും ഉത്തമ ഔഷധമാണിത്. ബാക്ടീരിയയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനാൽ പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഗ്രാമ്പു ഗുണം ചെയ്യും. കൂടാതെ ഗ്രാമ്പുവിലെ യൂജിനോൾ ഘടകം ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്യുന്നു. പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, പനി, അർശസ്, അർബുദം, വാതം, ദന്തരോഗങ്ങൾ, മോണരോഗം, വായ്പുണ്ണ്, മുണ്ടിനീര്, ഛർദി, വയറുവീർക്കൽ, ത്വക്കുരോഗങ്ങൾ ഇവയുടെ ശമനത്തിനാണ് ആയുർവേദം കൂടുതലായും ഗ്രാമ്പുവിനെ ഉപയോഗിക്കുക. 1/2 ഗ്രാം ഗ്രാമ്പു പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് പനിയും ചുമയും അകറ്റി വിശപ്പുണ്ടാക്കും. ഔഷധങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഗ്രാമ്പു ചതച്ച് മോരിൽ കുറുക്കി മുണ്ടിനീരിൽ പുറമേ പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും. 1 ഗ്രാം ഗ്രാമ്പു ചെറുതായി ചൂടാക്കി അല്പം ഉപ്പും ചേർത്ത് ചവച്ചിറക്കുന്നത് തൊണ്ടവേദന ശമിപ്പിക്കും. 1 ഗ്രാം ഗ്രാമ്പു പൊടി 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വയറുവേദന അകറ്റും. 1 ഗ്രാം ഗ്രാമ്പു 2 ഗ്രാം പെരുംജീരകവും ചേർത്ത് 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് പകുതിയാക്കി കുടിക്കുന്നത് ചുമയും ശ്വാസം മുട്ടലും അകറ്റും. ഗ്രാമ്പു നേർമയായി പൊടിച്ച് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന കുറയ്ക്കും.
ഗ്രാമ്പു തൈലം സമം കടുകെണ്ണയും ചേർത്ത് വേദനയുള്ളിടത്ത് പുരട്ടുന്നത് ആശ്വാസം പകരും. ഗ്രാമ്പു പൊടിച്ചത് തേനിൽ ചാലിച്ച് അലിയിച്ചിറക്കുന്നത് അരുചി അകറ്റും. ഗ്രാമ്പു പൊടിച്ച് പഞ്ചസാര ചേർത്ത് ചവച്ചിറക്കുന്നത് ഛർദി അകറ്റും. 1 ഗ്രാം വീതം ഗ്രാമ്പുവും ഇഞ്ചിയും ചതച്ച് ചേർത്ത് ചായ ഉണ്ടാക്കി കഴിക്കുന്നത് ജലദോഷം അകറ്റും. വേദനയുള്ള പല്ലിൽ ഗ്രാമ്പു തൈലം പഞ്ഞിയിൽ മുക്കി കടിച്ചു പിടിക്കുന്നത് വേദന ശമിപ്പിക്കും. ഗ്രാമ്പു ചതച്ചിട്ട മോരുകറി അർശസ് രോഗികൾക്ക് ഗുണം ചെയ്യും. അല്പം ഗ്രാമ്പു തൈലം ഇളം ചൂടുവെള്ളത്തിലൊഴിച്ച് കവിൾ കൊള്ളുന്നത് വായ്നാറ്റം, പല്ലുവേദന ഇവയ്ക്ക് ശമനമുണ്ടാക്കും. 1 ഗ്രാം ഗ്രാമ്പു സമം വെളുത്തുള്ളി നീരും തേനും ചേർത്ത് കഴിക്കുന്നത് ആസ്മയ്ക്ക് ആശ്വാസമേകും. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.